സ്വാഗതം. ഈ സെഷനിൽ തിയറി ഓഫ് ഇക്വേഷൻസ് പാർട്ട് 2 ചർച്ച ചെയ്യുന്നു. ഒന്നിലധികം തവണ വരുന്ന റൂട്ടിനെ പോളിനോമിയൽ ഇക്വേഷന്റെ മൾട്ടിപ്പിൾ റൂട്ട് എന്ന് പറയുന്നു. മൾട്ടിപ്ലിസിറ്റിയെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം: എത്ര തവണ സൊല്യൂഷൻ ഒറിജിനൽ ഇക്വേഷനിൽ വരുന്നു. ഈ സെഷനിൽ നമ്മൾ മൾട്ടിപ്പിൾ റൂട്ടുമായി ബന്ധപ്പെട്ട ഏതാനും റിസൾട്ട്സ് ചർച്ച ചെയ്യുന്നു. രണ്ട് പോളിനോമിയൽസിന്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കണ്ടുപിടിക്കുന്നതിനുള്ള അൽഗോരിതം ചർച്ച ചെയ്യുന്നു. ഈ അൽഗോരിതം മൾട്ടിപ്പിൾ റൂട്ട്സ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. ഒരു പോളിനോമിയൽ ഇക്വേഷന്റെ റൂട്ട്സും കോയിഫിഷ്യന്റും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. എ, ബി, സി എക്സെട്ര കെ റൂട്ട്സ് ആയ പോളിനോമിയൽ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള മെത്തേഡ് ഓഫ് എലിമിനേഷൻ ചർച്ച ചെയ്യുന്നു. മൾട്ടിപ്പിൾ റൂട്ട്സ്. ആൽഫ എന്ന കോംപ്ലക്സ് നമ്പറിനെ എഫ് ഓഫ് എക്സ് എന്ന പോളിനോമിയലിന്റെ മൾട്ടിപ്ലിസിറ്റി ആയിട്ടുള്ള റൂട്ടാണെന്ന് പറയുന്നത് അവിടെ ഒരു എസ് ഓഫ് എക്സ് എന്ന പോളിനോമിയൽ കണ്ടുപിടിക്കാൻ സാധിക്കുമ്പോഴാണ്. സച്ച് ദാറ്റ് എസ് ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ആൽഫ ടു ദി പവർ ആർ ടൈംസ് എസ് ഓഫ് എക്സ്. ആർ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ആൽഫയെ സിമ്പിൾ റൂട്ട് എന്ന് പറയുന്നു. ആർ ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ ആൽഫയെ ഡബിൾ റൂട്ട് എന്ന് പറയുന്നു. ഡെഫിനിഷൻ: ആൽഫ എന്നത് എഫ് ഓഫ് എക്സ് എന്ന പോളിനോമിയലിന്റെ 6 മൾട്ടിപ്ലിസിറ്റിയുള്ള റൂട്ടാണെങ്കിൽ ആൽഫയെ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന പോളിനോമിയൽ ഇക്വേഷന്റെ 6 മൾട്ടിപ്പിൾ റൂട്ട് എന്ന് പറയുന്നു. അടുത്ത റിസൾട്ട് പറയുന്നത് ഒരു പോളിനോമിയലിന് മൾട്ടിപ്പിൾ റൂട്ട് ഉണ്ടെങ്കിൽ ആ റൂട്ട് അതിന്റെ ഡെറിവേറ്റീവിനും ഉണ്ടെന്നാണ്. തിയറം: ആൽഫ എന്നത് 6 മൾട്ടിപ്പിൾ റൂട്ട് ഓഫ് എ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ വേർ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 അങ്ങനെയെങ്കിൽ ആൽഫ എന്നത് r-1 മൾട്ടിപ്പിൾ റൂട്ട് ഓഫ് എഫ് പ്രൈം എക്സ് ആയിരിക്കും. പ്രൂഫ്: ആൽഫ എന്നത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0യുടെ 6 മൾട്ടിപ്പിൾ റൂട്ട് ആണെങ്കിൽ f of x is equal to x minus alpha to the power r times phi of x, where phi of x is a polynomial such that phi of alpha not equal to 0. f prime x is equal to x minus alpha to the power r times phi prime of x plus r into x minus alpha to the power r minus 1 times phi of x, which is equal to x minus alpha to the power r minus 1 times r into phi of x plus x minus alpha into phi prime x. x is equal to alpha ആകുമ്പോൾ r into phi of x plus x minus alpha into phi prime x is equal to r into phi of alpha not equal to 0. അതുകൊണ്ട് ആൽഫ എന്നത് r into phi of x plus x minus alpha into phi prime x ന്റെ റൂട്ട് അല്ല. അതുകൊണ്ട് f prime of x ന് ആൽഫ ഒരു r-1 മൾട്ടിപ്പിൾ റൂട്ടാണ്. പ്രൂഫ് പൂർത്തിയായി. കൊറോലറി: ആൽഫ എഫ് ഓഫ് എക്സ് എന്ന പോളിനോമിയലിന്റെ 6 മൾട്ടിപ്പിൾ റൂട്ടും r ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണെങ്കിൽ ആൽഫ എന്നത് എഫ് പ്രൈം ഓഫ് എക്സിന്റെ r-1 മൾട്ടിപ്പിൾ റൂട്ടും ആൽഫ എന്നത് എഫ് ഡബിൾ പ്രൈം ഓഫ് എക്സിന്റെ r-2 മൾട്ടിപ്പിൾ റൂട്ടും ആണ്. ഡെഫിനിഷൻ: ഡി ഓഫ് എക്സ് എന്ന പോളിനോമിയലിനെ എഫ് ഓഫ് എക്സ്, ജി ഓഫ് എക്സ് ഈ പോളിനോമിയലുകളുടെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓർ GCD എന്ന് പറയുന്നത് ഡി ഓഫ് എക്സ് എഫ് ഓഫ് എക്സിനെയും ജി ഓഫ് എക്സിനെയും ഡിവൈഡ് ചെയ്യുകയും എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെയും ഏതൊരു കോമൺ ഡിവൈസറും ഡി ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ്. എക്സാമ്പിൾ: x² + 7x + 6 x² - 5x - 6 ഈ രണ്ട് പോളിനോമിയലുകളുടെയും GCD കണ്ടുപിടിക്കുക. x² + 7x + 6 is equal to x + 1 times x + 6. x² - 5x - 6 is equal to x + 1 times x - 6. അതുകൊണ്ട് ഈ രണ്ട് പോളിനോമിയലുകളുടെയും GCD x + 1 ആണ്. രണ്ട് പോളിനോമിയലുകളുടെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കണ്ടുപിടിക്കുന്നതിനുള്ള അൽഗോരിതം. എഫ് ഓഫ് എക്സ്, ജി ഓഫ് എക്സ് എന്നീ രണ്ട് പോളിനോമിയലുകളിൽ ജി ഓഫ് എക്സിന്റെ ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ അവയുടെ GCD കണ്ടുപിടിക്കുന്നതിന് സ്റ്റെപ്പ് 1 എഫ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ജി ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. സ്റ്റെപ്പ് 2 പോളിനോമിയൽ ഫംഗ്ഷൻസിന്റെ ഡിവിഷൻ അൽഗോരിതം പ്രകാരം കോഷ്യന്റ്, റിമൈൻഡർ എന്ന് വിളിക്കുന്ന രണ്ട് പോളിനോമിയൽസ് ക്യൂവും ആറും കണ്ടുപിടിക്കാൻ സാധിക്കും. സച്ച് ദാറ്റ് എഫ് ഈസ് ഈക്വൽ ടു QG + R വിത്ത് ഡിഗ്രി ഓഫ് R ലെസ് ദാൻ ഡിഗ്രി ഓഫ് G. സ്റ്റെപ്പ് 3 R ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പിൽ അൽഗോരിതം സ്റ്റോപ്പ് ചെയ്യുന്നു. എന്നിട്ട് ക്യാപിറ്റൽ G ഈസ് ഈക്വൽ ടു സ്മോൾ g എന്നത് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ആണെന്ന് പ്രഖ്യാപിക്കുന്നു. സ്റ്റെപ്പ് 4 R നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ എഫിന് പകരം ക്യാപിറ്റൽ G എന്നും ക്യാപിറ്റൽ Gക്ക് പകരം R എന്നും മാറ്റം വരുത്തിക്കൊണ്ട് സ്റ്റെപ്പ് 2ലേക്ക് തിരിച്ചു പോകുന്നു. റിമാർക്ക്: എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0യുടെ എല്ലാ മൾട്ടിപ്പിൾ റൂട്ട്സും എഫ് പ്രൈം ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0യുടെ റൂട്ട്സ് ആണ്. അതുകൊണ്ട് മൾട്ടിപ്പിൾ റൂട്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് പ്രൈം ഓഫ് എക്സിന്റെ GCD ആയിരിക്കും. ഈ ഐഡിയ താഴെ പറയുന്ന എക്സാമ്പിളിൽ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ 2 x³ + x² - 16x + 20 is equal to 0 എന്ന പോളിനോമിയലിന്റെ ചില റൂട്ട്സ് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് തന്നിരിക്കുകയാണെങ്കിൽ എല്ലാ റൂട്ട്സും കണ്ടുപിടിക്കുക. സൊല്യൂഷൻ:
f of x is equal to x cube plus x square minus 16x plus 20. അതുകൊണ്ട് f prime of x is equal to 3x square plus 2x minus 16. നമ്മൾ ആദ്യം f of x ന്റെയും f prime of x ന്റെയും GCD കണ്ടുപിടിക്കുന്നു. x cube plus x square minus 16x plus 20യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ പ്രൊഡക്റ്റിനെ f എന്ന് എടുക്കുന്നു. അപ്പോൾ f is equal to 3x cube plus 3x square minus 48x plus 60. g is equal to 3x square plus 2x minus 16 എന്ന് എടുക്കുന്നു. എഫിനെ ജി കൊണ്ട് താഴെ പറയും പ്രകാരം ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ Q is equal to x and R is equal to x square minus 32x plus 60. R not equal to 0 ആയതുകൊണ്ട് നമുക്ക് ഈ വർക്ക് തുടരേണ്ടതുണ്ട്. ക്യാപിറ്റൽ എഫിന് ക്യാപിറ്റൽ ജി എന്നും അപ്പർ കേസ് ജിക്ക് ലോവർ കേസ് ആർ എന്നും മാറ്റം വരുത്തിയാൽ നമുക്ക് താഴെ പറയുന്ന കാൽക്കുലേഷൻ ചെയ്യാം. അപ്പോൾ Q is equal to 3, R is equal to 90x minus 196, which is equal to 98 times x minus 2. R not equal to 0 ആയതുകൊണ്ട് നമുക്ക് ഈ പ്രവൃത്തി തുടരേണ്ടതുണ്ട്. ക്യാപിറ്റൽ എഫിനെ ക്യാപിറ്റൽ ജി എന്നും ക്യാപിറ്റൽ ജിനെ എക്സ് മൈനസ് 2 എന്നും മാറ്റം വരുത്തിയാൽ നമുക്ക് താഴെ പറയുന്ന കാൽക്കുലേഷൻ ചെയ്യണം. അപ്പോൾ Q is equal to x minus 30, R is equal to 0. അതുകൊണ്ട് എഫ് ഓഫ് എക്സിൻ്റെയും എഫ് പ്രൈം ഓഫ് എക്സിൻ്റെയും ജി സി ഡി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ജി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ആണ്. അതുകൊണ്ട് 2 എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്ന റൂട്ടാണ്. അതുകൊണ്ട് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ എന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഫാക്ടറാണ്. ആക്ച്വൽ ഡിവിഷൻ പ്രകാരം നമുക്ക് എക്സ് ക്യൂ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 16x പ്ലസ് 20 ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ടൈംസ് എക്സ് പ്ലസ് 5. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x minus 2 whole square times x plus 5. അതുകൊണ്ട് തന്നിരിക്കുന്ന ഇക്വേഷന്റെ റൂട്ട്സ് 2, 2, 5. റിലേഷൻസ് കണക്ടിങ് റൂട്ട്സ് ആൻഡ് കോഎഫിഷ്യൻസ് ഓഫ് ആൻ ഇക്വേഷൻ. x raised to n plus p1 x raised to n minus 1 plus p2 x raised to n minus 2 plus etc plus pn is equal to 0 എന്ന പോളിനോമിയൽ ഇക്വേഷന്റെ റൂട്ട്സ് a, b, c etc k ആണെന്ന് കരുതുക. അപ്പോൾ x raised to n plus p1 x raised to n minus 1 plus etc plus pn is equal to x minus a times x minus b times x minus c times etc x minus k. അതിനെ നമ്മൾ x raised to n plus p1 x raised to n minus 1 plus etc plus pn is equal to x raised to n minus s1 x raised to n minus 1 plus s2 x raised to n minus 2 minus etc plus negative 1 to the power n minus 1 sn minus 1 x plus negative 1 to the power n sn, where sr is the sum of the products of the roots a, b, c, etc. k taken r at a time. x ന്റെ ലൈക്ക് പവേഴ്സിന്റെ കോയിഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്താൽ നെഗറ്റീവ് p1 is equal to s1 is equal to sum of roots, p2 is equal to s2 is equal to sum of the products of the roots taken 2 at a time, negative p3 is equal to s3 is equal to sum of the products of the roots taken 3 at a time, etc. Negative 1 to the power n pn is equal to sn is equal to product of the roots. ഇനി നമ്മൾ പി നോട്ട് എക്സ് റൈസ് ടു എൻ പ്ലസ് പി വൺ എക്സ് റൈസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് പി എൻ ഈസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ പരിഗണിക്കുന്നു. ഇവിടെ എക്സ് റൈസ് ടു എന്നിന്റെ കോയിഫിഷ്യന്റ് പി നോട്ട് ആണ്. പി നോട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എക്സ് റൈസ് ടു എൻ പ്ലസ് പി വൺ ബൈ പി നോട്ട് ടൈംസ് എക്സ് റൈസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് പി എൻ ബൈ പി നോട്ട് ഈസ് ഈക്വൽ ടു 0 എന്നതിൽ നിന്നും സമ്മേഷൻ എ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് പി വൺ ബൈ പി നോട്ട്, summation AB is equal to P2 by P naught, summation ABC is equal to negative P3 by P naught, etc. ABC etc. K is equal to negative 1 to the power n Pn by P naught എന്ന് കിട്ടുന്നു. പെർട്ടിക്കുലർ കേസസ് ആൽഫയും ബീറ്റയും ax square plus bx plus c is equal to 0യുടെ റൂട്ട്സ് ആണെങ്കിൽ s1 is equal to alpha plus beta is equal to negative b by a, s2 is equal to alpha beta is equal to c by a. ആൽഫ ബീറ്റ ഗാമ ഇവ
ax cube plus bx square plus cx plus d is equal to 0യുടെ റൂട്ട്സ് ആണെങ്കിൽ s1 is equal to alpha plus beta plus gamma is equal to negative b by a, s2 is equal to alpha beta plus beta gamma plus alpha gamma is equal to c by a, s3 is equal to alpha beta gamma is equal to negative d by a. Alpha beta gamma delta ഇവ ax raised to 4 plus bx cube plus cx square plus dx plus e is equal to 0യുടെ റൂട്ട്സ് ആണെങ്കിൽ s1 is equal to alpha plus beta plus gamma plus delta is equal to negative b by a, s2 is equal to alpha beta plus alpha gamma plus alpha delta plus beta gamma plus beta delta plus gamma delta is equal to c by a, s3 is equal to alpha beta gamma plus alpha beta delta plus alpha gamma delta plus beta gamma delta is equal to negative d by a, s4 is equal to alpha beta gamma delta is equal to e by a. x plus ay plus a square z is equal to a cube, x plus by plus b square z is equal to b cube, x plus cy plus c square z is equal to c cube എന്നിങ്ങനെയുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുക. തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് എ ബി സി ഇവ ടി ക്യൂബ് മൈനസ് സെഡ് ടി സ്ക്വയർ മൈനസ് വൈ ടി മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന ക്യൂബിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ടിയുടെ വാല്യൂസ് ആണെന്നാണ്. അതായത് ടി ക്യൂബ് പ്ലസ് നെഗറ്റീവ് സെഡ് ടൈംസ് ടി സ്ക്വയർ പ്ലസ് നെഗറ്റീവ് വൈ ടൈംസ് ടി പ്ലസ് നെഗറ്റീവ് എക്സ് ഇസ് ഈക്വൽ ടു 0. അതുകൊണ്ട് നെഗറ്റീവ് സെഡ് ഈസ് ഈക്വൽ ടു സമേഷൻ എ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി, നെഗറ്റീവ് വൈ ഈസ് ഈക്വൽ ടു സമേഷൻ എ ബി ഈസ് ഈക്വൽ ടു ബി സി പ്ലസ് സി എ പ്ലസ് എ ബി, നെഗറ്റീവ് എക്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എ ബി സി. അതുകൊണ്ട് സെഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി, വൈ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ബി സി പ്ലസ് സി എ പ്ലസ് എ ബി, എക്സ് ഈസ് ഈക്വൽ ടു എ ബി സി. എക്സാമ്പിൾ ABC ഇവ x ക്യൂബ് പ്ലസ് p1 x സ്ക്വയർ പ്ലസ് p2 x പ്ലസ് p3 is equal to 0യുടെ റൂട്ട്സ് ആണെങ്കിൽ a സ്ക്വയർ b സ്ക്വയർ c സ്ക്വയർ റൂട്ട്സ് ആയി വരുന്ന ഇക്വേഷൻ കണ്ടുപിടിക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ y മൈനസ് a സ്ക്വയർ ടൈംസ് y മൈനസ് b സ്ക്വയർ ടൈംസ് y മൈനസ് c സ്ക്വയർ is equal to 0 ആണ്. അതായത് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ടൈംസ് എക്സ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ടൈംസ് എക്സ് സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 ഇഫ് വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അതായത് എക്സ് മൈനസ് എ ടൈംസ് എക്സ് പ്ലസ് എ ടൈംസ് എക്സ് മൈനസ് ബി ടൈംസ് എക്സ് പ്ലസ് ബി ടൈംസ് എക്സ് മൈനസ് സി ടൈംസ് എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. അതായത് എക്സ് മൈനസ് എ ടൈംസ് എക്സ് മൈനസ് ബി ടൈംസ് എക്സ് മൈനസ് സി ടൈംസ് എക്സ് പ്ലസ് എ ടൈംസ് എക്സ് പ്ലസ് ബി ടൈംസ് എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. എ ബി സി ഇവ എക്സ് ക്യൂബ് പ്ലസ് p1 x സ്ക്വയർ പ്ലസ് p2 x പ്ലസ് p3 ഈസ് ഈക്വൽ ടു 0യുടെ റൂട്ട്സ് ആയതുകൊണ്ട് x minus a times x minus b times x minus c is equal to x cube plus p1 x square plus p2x plus p3. x നെ മൈനസ് എക്സ് എന്ന് കൊടുത്താൽ നെഗറ്റീവ് എക്സ് മൈനസ് എ ടൈംസ് നെഗറ്റീവ് എക്സ് മൈനസ് ബി ടൈംസ് നെഗറ്റീവ് എക്സ് മൈനസ് സി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എക്സ് ഹോൾ ക്യൂബ് പ്ലസ് p1 ടൈംസ് നെഗറ്റീവ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് p2 ടൈംസ് നെഗറ്റീവ് എക്സ് പ്ലസ് p3. അതായത് നെഗറ്റീവ് ഓഫ് എക്സ് പ്ലസ് എ ടൈംസ് എക്സ് പ്ലസ് ബി ടൈംസ് എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എക്സ് ക്യൂബ് പ്ലസ് p1 x സ്ക്വയർ മൈനസ് p2 x പ്ലസ് p3. അതായത് എക്സ് പ്ലസ് എ ടൈംസ് എക്സ് പ്ലസ് ബി ടൈംസ് എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് p1 x സ്ക്വയർ പ്ലസ് p2 x മൈനസ് p3. അതുകൊണ്ട് നമ്മൾ കണ്ടെത്തേണ്ട ഇക്വേഷൻ ഇതാണ്. എക്സ് ക്യൂബ് പ്ലസ് p1 x സ്ക്വയർ പ്ലസ് p2 x പ്ലസ് p3 ടൈംസ് എക്സ് ക്യൂബ് മൈനസ് p1 x സ്ക്വയർ പ്ലസ് p2 x മൈനസ് p3 ഈസ് ഈക്വൽ ടു 0. അതായത് എക്സ് ക്യൂബ് പ്ലസ് p2 x ഹോൾ സ്ക്വയർ മൈനസ് p1 x സ്ക്വയർ പ്ലസ് p3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. or x raised to 6 plus 2p2 minus p1 square times x raised to 4 plus p2 square minus 2p1 p3 times x square minus p3 square is equal to 0. x square ന് പകരം y കൊടുത്താൽ നമുക്ക് y cube plus 2p2 minus p1 square times y square plus p2 square minus 2p1 p3 times y minus p3 square is equal to 0 എന്ന് കിട്ടും. എക്സാമ്പിൾ ആൽഫ ബീറ്റ ഗാമ ഇവ എക്സ് ക്യൂബ് പ്ലസ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷന്റെ റൂട്ട്സ് ആണെങ്കിൽ ആൽഫ ബീറ്റ ബീറ്റ ഗാമ ഗാമ ആൽഫ ഇവ റൂട്ടായ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ആൽഫ ബീറ്റ ഗാമ ഇവ എക്സ് ക്യൂബ് പ്ലസ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0യുടെ റൂട്ട്സ് ആയതിനാൽ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എ, ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ഗാമ ആൽഫ ഈസ് ഈക്വൽ ടു ബി, ആൽഫ ബീറ്റ ഗാമ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് സി. ആൽഫ ബീറ്റ ബീറ്റ ഗാമ ഗാമ ആൽഫ റൂട്ട്സ് ആവുന്ന ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. എക്സ് മൈനസ് ആൽഫ ബീറ്റ ടൈംസ് എക്സ് മൈനസ് ബീറ്റ ഗാമ ടൈംസ് എക്സ് മൈനസ് ഗാമ ആൽഫ ഈസ് ഈക്വൽ ടു 0. അതിൽ നിന്നും എക്സ് ക്യൂബ് മൈനസ് ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ഗാമ ആൽഫ ടൈംസ് എക്സ് സ്ക്വയർ പ്ലസ് ആൽഫ ബീറ്റ ഗാമ ടൈംസ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ടൈംസ് എക്സ് മൈനസ്
ആൽഫ ബീറ്റ ഗാമ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. അതിൽ നിന്നും എക്സ് ക്യൂബ് മൈനസ് ബി എക്സ് സ്ക്വയർ പ്ലസ് എ സി എക്സ് മൈനസ് സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. എക്സാമ്പിൾ ആൽഫ ബീറ്റ ഗാമ ഇവ എക്സ് ക്യൂബ് പ്ലസ് പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് പ്ലസ് ആർ ഈസ് ഈക്വൽ ടു 0യുടെ റൂട്ട്സ് ആണെങ്കിൽ ആൽഫ മൈനസ് 1 ബൈ ബീറ്റ ഗാമ, ബീറ്റ മൈനസ് 1 ബൈ ഗാമ ആൽഫ, ഗാമ മൈനസ് 1 ബൈ ആൽഫ ബീറ്റ ഇവ റൂട്ട്സ് ആയി വരുന്ന ഇക്വേഷൻ കണ്ടുപിടിക്കുക. ആൽഫ ബീറ്റ ഗാമ ഇവ എക്സ് ക്യൂബ് പ്ലസ് പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് പ്ലസ് ആർ ഈസ് ഈക്വൽ ടു 0യുടെ റൂട്ട്സ് ആയതിനാൽ ആൽഫ ബീറ്റ ഗാമ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ആർ. ഇതിൽ നിന്നും ആൽഫ മൈനസ് 1 ബൈ ബീറ്റ ഗാമ ഈസ് ഈക്വൽ ടു ആൽഫ മൈനസ് ആൽഫ ബൈ ആൽഫ ബീറ്റ ഗാമ ഈസ് ഈക്വൽ ടു ആൽഫ മൈനസ് ആൽഫ ബൈ നെഗറ്റീവ് ആർ വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ആൽഫ ബൈ ആർ. അതുപോലെ ബീറ്റ മൈനസ് 1 ബൈ ഗാമ ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് ബീറ്റ ബൈ ആർ, ഗാമ മൈനസ് 1 ബൈ ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു ഗാമ പ്ലസ് ഗാമ ബൈ ആർ. y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് ബൈ ആർ എന്നെടുക്കുക. കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ലഭിക്കുന്നതിനായി y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് ബൈ ആർ ആൻഡ് എക്സ് ക്യൂബ് പ്ലസ് പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് പ്ലസ് ആർ ഈസ് ഈക്വൽ ടു 0 ഈ ഇക്വേഷനിൽ നിന്നും x എലിമിനേറ്റ് ചെയ്യുന്നു. y ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് ബൈ ആറിൽ നിന്നും x ഈസ് ഈക്വൽ ടു വൈ ആർ ബൈ 1 പ്ലസ് ആർ. ഇത് ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് ആർ സ്ക്വയർ വൈ ക്യൂബ് പ്ലസ് പി ആർ ടൈംസ് 1 പ്ലസ് ആർ ടൈംസ് വൈ സ്ക്വയർ പ്ലസ് ക്യൂ ടൈംസ് 1 പ്ലസ് ആർ ഹോൾ സ്ക്വയർ ടൈംസ് വൈ പ്ലസ് 1 പ്ലസ് ആർ ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു 0 എന്നാണ്. എക്സാമ്പിൾ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷന്റെ എല്ലാ റൂട്ട്സും പോസിറ്റീവ് ആവുന്നതിന് ഉള്ള കണ്ടീഷൻ കണ്ടെത്തുക. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0യുടെ റൂട്ട്സ് ആൽഫ ബീറ്റ എന്നിരിക്കട്ടെ. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ബി ബൈ എ, ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു സി ബൈ എ. ആൽഫ ബീറ്റ എന്നീ രണ്ട് റൂട്ട്സും പോസിറ്റീവ് ആണെങ്കിൽ ആൽഫ ബീറ്റ പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് സി എ ഇവ സെയിം സൈൻ ഉള്ള നമ്പേഴ്സ് ആയിരിക്കും. ആൽഫ പ്ലസ് ബീറ്റ പോസിറ്റീവ് ആയതുകൊണ്ട് ബി ബൈ എ നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ബിയും എയും ഓപ്പോസിറ്റ് സൈൻസ് ആയിരിക്കും. അതുകൊണ്ട് എയുടെയും സിയുടെയും സൈൻസ് സെയിം ആൻഡ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ബി ആയിരിക്കും. എക്സാമ്പിൾ ആൽഫ ബീറ്റ എൽ എക്സ് സ്ക്വയർ പ്ലസ് എം എക്സ് പ്ലസ് എൻ ഈസ് ഈക്വൽ ടു 0യുടെ റൂട്ട്സ് ആണെങ്കിൽ ആൽഫ ബൈ ബീറ്റയും ബീറ്റ ബൈ ആൽഫയും റൂട്ട്സ് ആവുന്ന ഇക്വേഷൻ കണ്ടുപിടിക്കുക. സൊല്യൂഷൻ ആൽഫ ബൈ ബീറ്റയും ബീറ്റ ബൈ ആൽഫയും റൂട്ട്സ് ആവുന്ന ഇക്വേഷന്റെ ഫോം x മൈനസ് ആൽഫ ബൈ ബീറ്റ ടൈംസ് x മൈനസ് ബീറ്റ ബൈ ആൽഫ ഈസ് ഈക്വൽ ടു 0. അതായത് എക്സ് സ്ക്വയർ മൈനസ് ആൽഫ ബൈ ബീറ്റ പ്ലസ് ബീറ്റ ബൈ ആൽഫ ടൈംസ് എക്സ് പ്ലസ് ആൽഫ ബൈ ബീറ്റ ടൈംസ് ബീറ്റ ബൈ ആൽഫ ഈസ് ഈക്വൽ ടു 0. ഇക്വേഷൻ 2 ആൽഫ ബൈ ബീറ്റ പ്ലസ് ബീറ്റ ബൈ ആൽഫ ഈസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ബൈ ആൽഫ ബീറ്റ ആൻഡ് ആൽഫ ബൈ ബീറ്റ ടൈംസ് ബീറ്റ ബൈ ആൽഫ ഈസ് ഈക്വൽ ടു 1. അതുകൊണ്ട് രണ്ടിൽ നിന്നും എക്സ് സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ബൈ ആൽഫ ബീറ്റ ടൈംസ് എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ഇക്വേഷൻ 3 അതിൽ നിന്നും ആൽഫ ബീറ്റ എക്സ് സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ടൈംസ് എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു 0. കൂടാതെ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. ഇക്വേഷൻ 4 ആൽഫ ബീറ്റ ഇവ എൽ എക്സ് സ്ക്വയർ പ്ലസ് എം എക്സ് പ്ലസ് എൻ ഈസ് ഈക്വൽ ടു 0യുടെ റൂട്ട്സ് ആയതിനാൽ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എം ബൈ എൽ ആൻഡ് ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു എൻ ബൈ എൽ. അതുകൊണ്ട് ഇക്വേഷൻ 4ൽ നിന്നും ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഈസ് ഈക്വൽ ടു എം സ്ക്വയർ മൈനസ് 2nl ബൈ എൽ സ്ക്വയർ ആൻഡ് ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു എൻ ബൈ എൽ എന്ന് കിട്ടുന്നു. ഈ വാല്യൂസ് ഇക്വേഷൻ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് nl എക്സ് സ്ക്വയർ മൈനസ് എം സ്ക്വയർ മൈനസ് 2nl ടൈംസ് എക്സ് പ്ലസ് nl ഈസ് ഈക്വൽ ടു 0 എന്നാണ്. എക്സാമ്പിൾ ആൽഫ ബീറ്റ ഗാമ ഇവ എക്സ് ക്യൂബ് മൈനസ് എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷന്റെ റൂട്ട്സ് ആണെങ്കിൽ 1 പ്ലസ് ആൽഫ ബൈ 1 മൈനസ് ആൽഫ, 1 പ്ലസ് ബീറ്റ ബൈ 1 മൈനസ് ബീറ്റ, 1 പ്ലസ് ഗാമ ബൈ 1 മൈനസ് ഗാമ ഇവ റൂട്ട്സ് ആയി വരുന്ന ഇക്വേഷൻ കണ്ടുപിടിക്കുക. കൂടാതെ സമ്മേഷൻ 1 പ്ലസ് ആൽഫ ബൈ 1 മൈനസ് ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കുകയും ചെയ്യുക. സൊല്യൂഷൻ y ഈസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ് എന്ന് എടുക്കുക. അപ്പോൾ x ഈസ് ഈക്വൽ ടു y മൈനസ് 1 ബൈ y പ്ലസ് 1. കൂടാതെ എക്സ് ക്യൂബ് മൈനസ് എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് y മൈനസ് 1 ബൈ y പ്ലസ് 1 ഹോൾ ക്യൂബ് മൈനസ് y മൈനസ് 1 ബൈ y പ്ലസ് 1 മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. ലഘൂകരിച്ചാൽ y ക്യൂബ് പ്ലസ് 7y സ്ക്വയർ മൈനസ് y പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. കൂടാതെ സമ്മേഷൻ 1 പ്ലസ് ആൽഫ ബൈ 1 മൈനസ് ആൽഫ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ആൽഫ ബൈ 1 മൈനസ് ആൽഫ പ്ലസ് 1 പ്ലസ് ബീറ്റ ബൈ 1 മൈനസ് ബീറ്റ പ്ലസ് 1 പ്ലസ് ഗാമ ബൈ 1 മൈനസ് ഗാമ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 7. മെത്തേഡ് ഓഫ് എലിമിനേഷൻ. ഇനി മെത്തേഡ് ഓഫ് എലിമിനേഷനിൽ
എ ബി സി എക്സെട്ര എന്നിങ്ങനെ n റൂട്ട്സ് ഉള്ള ഒരു പോളിനോമിയൽ ഇക്വേഷൻ എങ്ങനെ കണ്ടെത്താമെന്ന് കാണാം. എ ബി സി എക്സെട്ര കെ എന്ന ക്വാണ്ടിറ്റീസിൽ നിന്നും ഏതെങ്കിലും n-1 ക്വാണ്ടിറ്റീസ് എലിമിനേറ്റ് ചെയ്ത് നമ്മളൊരു ഇക്വേഷൻ കണ്ടെത്തുന്നു. ഈ ക്വാണ്ടിറ്റീസ് എല്ലാ ഇക്വേഷൻസിലും സിമെട്രിക്കലി ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും സെയിം കോയിഫിഷ്യൻസ് ഉള്ള ഇക്വേഷൻ ആയിരിക്കും എല്ലായ്പ്പോഴും ലഭിക്കുന്നത്. ഈ ഇക്വേഷൻ അതുകൊണ്ട് എ ബി സി എക്സെട്ര കെ ഇവ റൂട്ട്സ് ആവുന്ന ഒറിജിനൽ ഇക്വേഷൻ ആയിരിക്കും. ഉദാഹരണത്തിന് x³ പ്ലസ് p1x² പ്ലസ് p2x പ്ലസ് p3 0 എന്ന ഇക്വേഷൻ പരിഗണിക്കുക. എ ബി സി ഇവയുടെ റൂട്ട്സ് ആണെങ്കിൽ a പ്ലസ് ബി പ്ലസ് സി നെഗറ്റീവ് p1, എ ബി പ്ലസ് എ സി പ്ലസ് ബി സി p2, എ ബി സി നെഗറ്റീവ് p3. ഈ ഇക്വേഷൻസിനെ a², നെഗറ്റീവ് a1 ഇവ കൊണ്ട് യഥാക്രമം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് a³ നെഗറ്റീവ് p1a² മൈനസ് p2a മൈനസ് p3. അതായത് a³ പ്ലസ് p1a² പ്ലസ് p2a പ്ലസ് p3 0. ഇത് ഒറിജിനൽ ഇക്വേഷനിൽ എക്സിന് പകരം എ കൊടുത്താൽ കിട്ടുന്നതാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന എലിമിനേഷൻ പ്രോസസ് ഏത് ഡിഗ്രിയിലുള്ള ഇക്വേഷൻസിനും ആപ്ലിക്കബിൾ ആണ്.